ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ രാവിലെ നല്ല മഴ കേട്ടോ. രാവിലെ നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ മഴക്കാലമാണ്. പെരിച്ചാഴികളൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്നലെ എൻ്റെ നാട്ടിൽ ഒരാളെ പട്ടി കടിച്ചിട്ടുണ്ട്. കടിച്ച പട്ടി ചത്തിട്ടുണ്ട്. ചിലപ്പോൾ പേയുള്ളതുകൊണ്ടായിരിക്കും. അതുപോലെ പെരിച്ചാഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പട്ടികളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കുള്ളവരെയും ഡൗട്ടാണ്, വെയിറ്റ് ട്രെയിനിങ് ആണോ നല്ലത്, സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ നല്ലതെന്ന് മിക്കുള്ളവരെയും ഡൗട്ടാണ്. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നല്ലത്, ചിലർ പറയും വെയിറ്റ് ട്രെയിനിങ് ആണ് നല്ലതെന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ്, അണ്ണ സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ നല്ലത് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഉറപ്പായിട്ട് ഞാൻ പറയും സ്ട്രെങ്ത് ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും ഇത് രണ്ടും നല്ലതാണ്. നിങ്ങളൊരു ഫിറ്റ്നസ് ഓവറോൾ ഫിറ്റ്നസ്സാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ടും നല്ലതാണ്. രണ്ടും കൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ചെയ്യും, ദോഷമൊന്നും ചെയ്യത്തില്ല കേട്ടോ. മിക്കുള്ള ആൾക്കാരും പറയും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നല്ലത് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് വിടുന്ന കാണാം. പക്ഷേ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് രണ്ടും നല്ലതാണെന്ന് പറയും. നിങ്ങൾ മസിൽ ഗ്രോത്തിനും അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിനും മസിൽ മാസിനും അതുപോലെ ഓവറോൾ ഫിറ്റ്നസ്സിനും നിങ്ങളെ ബോഡിയിലെ ഫിറ്റ്നസ് കൊണ്ടുവരാനും സാധിക്കുന്ന കാര്യങ്ങളാണ് രണ്ടിലും ഉള്ളത്. അപ്പോൾ ഞാൻ പറയും രണ്ടും ഗുണമുള്ളതാണ്, രണ്ടും ബെനിഫിറ്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെങ്ത് ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെങ്ത് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫങ്ഷണൽ സ്ട്രെങ്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ലിഫ്റ്റിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഗുണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ, അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം. വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും തമ്മിലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് മസിൽ മാസ് കൂടും, നമ്മളെ മസിൽ മാസ് വർദ്ധിക്കും, സ്ട്രെങ്ത് കൂടും, അതുപോലെ മസിലിൻ്റെ സൈസ് കൂടും. രണ്ടാമതായിട്ട് ബോൺ ഡെൻസിറ്റി കൂടും. ഇപ്പം ലൈറ്റ് വെയറിങ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മളെ ബോണിനെ കുറച്ചുകൂടെ ഇതാക്കും, സ്ട്രോങ് ആക്കും കേട്ടോ. അതുപോലെ മെറ്റബോളിസം, മസിൽ മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ മെറ്റബോളിസം വർദ്ധിക്കും. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ അപ്പം ഓടുന്ന ഒരാൾക്ക് നല്ല എൻഡ്യൂറൻസ് കിട്ടും, നല്ല സ്റ്റാമിന കിട്ടും, നല്ല സ്പീഡ് കിട്ടും. അപ്പം ഈ 4 ഗുണങ്ങളാണ് വെയിറ്റ് ട്രെയിനിങ്ങും അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൊണ്ട് നമുക്ക് കിട്ടുന്നത്. സിമ്പിളായിട്ട് കാര്യം മനസ്സിലായല്ലോ. അപ്പം നിങ്ങളോട് ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുവാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ചോദിക്കുവാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ നല്ലത് വെയിറ്റ് ട്രെയിനിങ് ആണോ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം രണ്ടും ഗുണമുള്ളതാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം കേട്ടോ. മിക്കുള്ള ജിമ്മിലും ഞാൻ കണ്ടിട്ടുണ്ട്, മിക്കുള്ള ട്രെയിനർമാർ ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. വെയിറ്റ് ട്രെയിനിങ് ആണ് നല്ലത്, സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്ത് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടും ഒരേ ഗുണങ്ങളുള്ളതാണ്, ഒരേ ബെനിഫിറ്റുകളുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ടൈമെങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 വട്ടമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ അല്ല പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോയിട്ട് വരാതിരിക്കുക. ഇപ്പം സ്റ്റാർട്ടിങ്ങിലെ കുറഞ്ഞ വെയിറ്റിൽ നിന്ന് പതിയെ ഗ്രാജുവലി വെയിറ്റ് കൂട്ടുക. സ്റ്റാർട്ടിങ്ങിലെ ചെന്നിട്ട് 10, 50 അല്ലെങ്കിൽ 100 kg ഇട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് പോയി ചെയ്യാൻ നോക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 വട്ടമെങ്കിലും ട്രെയിൻ ചെയ്യുക. ചിലവർ ആഴ്ചയിൽ എല്ലാ ദിവസവും പോയി ചെയ്യും, അങ്ങനെ ചെയ്യല്, ഇഞ്ചുറീസ് ഉണ്ടാകത്തേ ഉള്ളൂ. റിക്കവറിക്ക് കൂടെ ടൈം കൊടുക്കണം. ചിലവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോയി ചെയ്യും, അപ്പോൾ ഒരു ഗുണം ഉണ്ടാകത്തില്ല. അപ്പോൾ 2-3 ദിവസമെങ്കിലും ആഴ്ചയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കണം കേട്ടോ. അതുപോലെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ വെറൈറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്യുക. ഇപ്പം ചെന്നിട്ട് ഒരു മസിലിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. വെറൈറ്റി ഇപ്പം നമ്മൾ ഗ്രൂപ്പ് ഓഫ് മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ എല്ലാ മസിൽസിനെയും നമ്മൾ ട്രെയിൻ ചെയ്യുക. അപ്പം വെറൈറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്യുക കേട്ടോ.
അപ്പം എന്നിട്ട് ഫോക്കസ് ഓൺ പ്രോപ്പർ ഫോം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റ് ഫോമിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. സ്ലോ പ്രോഗ്രസ് കൊണ്ടുവരണം, അതുപോലെ വെയിറ്റ് പ്രോഗ്രസീവ് ഓവർലോഡ് കൊണ്ടുവരണം. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടെക്നിക്കിൽ മാത്രമേ ചെയ്യാവൂ. ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇഞ്ചുറീസൊക്കെ ഫോമും ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഗോളുണ്ടല്ലോ, ഒരു ഫിറ്റ്നസ് ഗോൾ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണോ ഫിറ്റ്നസ്സിൽ നിങ്ങൾ എന്താണോ നിങ്ങളെ ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, സൈക്കോട്ടിക്കിനെ പറ്റി, പ്രീ വർക്കൗട്ട് സൈക്കോട്ടിക്കിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റിയ ഒരു സാധനമല്ല സൈക്കോട്ടിക്ക്. ഒന്നാമതായിട്ട് സൈക്കോട്ടിക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ളൊരു പ്രീ വർക്കൗട്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുമ്പേ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. എത്രയുണ്ട്, എന്തൊക്കെ രീതിയിലാണ്. അപ്പം ഒരു സപ്ലിമെൻറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കണം, ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം. പക്ഷേ ഇൻസൈഡ് ലാബിൻ്റെ കമ്പനി ഇവർ സൈക്കോട്ടിക് ഇറക്കിയ ഒരു ബോട്ടിലിനകത്തും ഇതിനെ പറ്റിയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇത് ഒരു സ്കൂപ്പ് അടിച്ചു കഴിഞ്ഞുണ്ടല്ലോ കിളി പാറിപ്പോവും. ആ രീതിയിലായിരിക്കും നമ്മളെ ബോഡിയൊക്കെ ഹീറ്റായിട്ടുണ്ടല്ലോ, തലയൊക്കെ കുത്തുന്ന, ഈ ചെവിയുടെ 2 സൈഡും കുത്തുന്ന രീതിയിലുള്ള ഫീലായിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു സ്കൂപ്പൊക്കെ ഇട്ട് അടിച്ചിട്ട് ഒരു ബിഗിനറോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കൊന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല സൈക്കോട്ടിക് ഉപയോഗിച്ചിട്ട്. അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളായിക്കോട്ടെ, ഒരു ബിഗിനർ ആയിക്കോട്ടെ, സൈക്കോട്ടിക്ക് അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങാനേ പറ്റൂ, ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രീ വർക്കൗട്ട് എടുക്കുന്ന സമയം, സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, എൻ്റെ ആദ്യത്തെ പ്രീ വർക്കൗട്ടിൽ ഒരു പ്രീ വർക്കൗട്ടായിരുന്നു സൈക്കോട്ടിക്ക്. ലാസ്റ്റ് ഉപയോഗിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് എടുത്ത് കൊടുത്തു. കാരണം ഒരു സ്കൂപ്പ് പോയിട്ട് 1/2 സ്കൂപ്പ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു അന്ന് കേട്ടോ. പിന്നെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചു, നല്ല വെയിറ്റ് പുഷ് ചെയ്യാനും നല്ല സാധനം, നല്ല റിസൾട്ടാണ്, വേറെ ലെവലാണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ UAE നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകൊച്ചിൻ്റെ കൂടെ വന്നൊരു ചെറുക്കൻ, അവൻ ഇതുപോലെ സൈക്കോട്ടിക്കിൻ്റെ പ്രീ വർക്കൗട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവൻ അത്യാവശ്യം പവർ ലിഫ്റ്ററും വെയിറ്റ് ലിഫ്റ്ററൊക്കെയാണ് കേട്ടോ. അപ്പം ഈ കൊച്ചു വർക്കൗട്ട് ചെയ്യാൻ ഈ കൊച്ചിന് കുറച്ച് ഒരു 1/2 സ്കൂപ്പ് കണ്ടേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് ആ പെൺകൊച്ചി അവിടെ കണ്ട് പോയി കിടന്ന് തലയും കണ്ണും കറങ്ങി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. കാരണം അത്രയ്ക്ക് പവറാണ് സൈക്കോട്ടിക്ക് ഉപയോഗിച്ചിട്ടുള്ളവർ അറിയാം ഞാൻ ഈ പറഞ്ഞത് ഉള്ളയാണോ കള്ളമാണോ കേട്ടോ. അപ്പം സൈക്കോട്ടിക്കിനേക്കാളും നിങ്ങളൊരു ബിഗിനറോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ടോട്ടൽ വാർ ഉണ്ട്. ടോട്ടൽ വാർ നിങ്ങൾക്ക് റെഡ് കണ്ണിൻ്റെ ടോട്ടൽ വാർ ഉപയോഗിക്കാം. അതുപോലെ യുഎസ്എൻ പ്രീ വർക്കൗട്ട് ഉണ്ട്, അത് നല്ലതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡിൻ്റെ ഒരുപാട് വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഹൈഡിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ളതൊന്നും മേടിച്ച് ഉപയോഗിക്കില്ല, കുറച്ച് താന്ന് നിൽക്കുന്ന ഉപയോഗിക്കും കേട്ടോ. ഹൈഡ് നല്ല പവറാണ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് സൈക്കോട്ടിക്ക് മേടിച്ച് ഉപയോഗിക്കുക. ഒരു കമൻറ്റ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്നാലും ആദ്യം പറഞ്ഞ പോലെ പെരിച്ചാഴികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിച്ചോണം കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.